എൻ്റെ ലീലാവതി നോക്ക്, ഏത് കാര്യം സാധിക്കുന്നതിനും നമുക്ക് വേണ്ടുന്ന അടിസ്ഥാന ഗുണം എന്താണെന്നറിയാവോ? കഴിവ്, ശക്തി, കാശ്. അല്ലേ അല്ല, തന്ത്രം. തന്ത്രം തന്ത്രം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് കാര്യവും എളുപ്പം. ആകാശത്ത് നിൽക്കുന്ന അമ്പിളിയമ്മാവനെ പിടിക്കണോ, ചടേന്ന് പൊയിഞ്ഞ് പിടിച്ചോണ്ട് വരാം. പക്ഷേ തന്ത്രം വേണം. അതെ, ഈ മഹാരാജാക്കന്മാരൊക്കെ പണ്ട് യുദ്ധത്തിലൊക്കെ ജയിച്ചത് എന്തുകൊണ്ടാ? അയ്യേ, ഓ എന്റെ ദൈവമേ, വാളും പരിചയം ഒന്നും അല്ല, തന്ത്രം. തന്ത്രമാ എല്ലാത്തിന്റെ ആധാരം. അതേപോലെ നമ്മുടെ കയ്യിൽ തന്ത്രമുണ്ടോ, ഈ എസ്ഐയെ നമുക്ക് സ്വാധീനിക്കാം. പക്ഷേ നമ്മൾ അല്പം സാവകാശത്തിൽ സംസാരിക്കണം. ഭവ്യത ഇങ്ങനെ അഭിനയിക്കണം. എസ്ഐ പറയുന്നതൊക്കെ ശരിയാണെന്ന് നമ്മൾ അങ്ങ് സമ്മതിക്കണം. ഒരിക്കലും ദേഷ്യം വരരുത്. എസ്ഐ കാണുമ്പോ ചേച്ചി പറഞ്ഞതൊക്കെ മറന്നുപോകും, ഞാനങ്ങ് അറിയാതെ ചൂടായി പോവും. ഈ ചൂടാവാന്ന് പറയുന്നത് ശക്തിയില്ലായ്മയുടെ ലക്ഷണമാണ്. പേടിയുടെ ഭാഗമായിട്ടുള്ള താന്നു കൊടുക്കലല്ല, തന്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള താന്നു കൊടുക്കല്. മനസ്സിലായില്ലേ? അതാ നടക്കണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ എസ് ഐയോട് ഞാൻ സംസാരിക്കാം. തന്ത്രത്തിൽ കൂടെ എസ് ഐയുടെ മനസ്സെങ്ങനെയാ മാറ്റിയെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വാ, ധൈര്യമായിട്ട് വാ. എന്താ ഒരു ചമ്മല്? വാ. സത്യം പറഞ്ഞ സൗദി ചേച്ചി, എനിക്ക് ആകപ്പാടൊരു പേടി. ഞാൻ പറഞ്ഞു തന്ത്രം. നമ്മളെ അങ്ങ് വിനയം അഭിനയിക്കണം. വേണ്ടി വന്ന അങ്ങ് കാല് പിടിച്ചേക്കണം. ധൈര്യമായിട്ട് നിൽക്കണം. അടങ്ങി നിൽക്ക്. ഞാനല്ലേ കൂടുള്ളത്? ഞാൻ പറയാം, ഞാനല്ലേ കൂടുള്ളത്. നീ എന്തിനാ പേടിക്കുന്നത്? ഇവളെ ഒരു പഞ്ചപാവ മനസ്സിൽ വെച്ചോണ്ട് ഒന്നും പറയാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ ഏതാണ്ടൊരു വിടുവാ പറഞ്ഞു പോയതാ. കുഞ്ഞതങ്ങ് ക്ഷമിച്ചേക്ക്, പോട്ടെ. നിങ്ങളാരാ? ഞാൻ സാവിത്രി. അവിടെ ഗൾഫിലാ. മക്കള് 2 പേരുള്ളതും പുറത്താ. ഇപ്പൊ ഞാനും എൻ്റെ അനിയത്തിയുടെ മക്കളും ഉള്ളു വീട്ടില്. ഇവരെ പോലുള്ള അയൽവക്കക്കാരുള്ളത് കാരണം ചിരിച്ചും കളിച്ചും ഒക്കെ അങ്ങ് നടക്കുന്നു. കൊച്ചന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അത് ശരി, എന്നെ കളിയാക്കാൻ ആളെ വിളിച്ചു വന്നിരിക്കുകയാണല്ലേ? അയ്യോ അല്ല സർ, ഇതൊരു തന്ത്രമാ. അല്ല, പോട്ടെ, അങ്ങ് ക്ഷമിച്ചേരെ കുഞ്ഞ്. ലീലാവതി, ക്ഷമ പറ. വലിയ ആൾക്കാരോട് ക്ഷമ പറയുന്നതിലേ ഒരു തെറ്റുമില്ല, അല്ലയോ കുഞ്ഞെ? നിങ്ങളെന്താ നാടകം കളിക്കാ? അങ്ങോട്ട് മാറി നിൽക്ക്. അത് ശരി, ഇതെന്നാ സാറേ? ക്ഷമ ചോദിക്കാൻ വന്നവരോട് ചൂടാകുകയും തട്ടിക്കേറുകയോ? ചുമ്മാ അല്ല ലീലാവതി പറഞ്ഞത്. കുറച്ചൊരു മുരടനാ സാറെന്ന്. സംസ്കാരം ഇല്ലാത്തവനാണെന്നോ? സ്വാധീനിക്കാൻ ശ്രമിച്ചതിനും കേസ് അന്വേഷണം തടസ്സപ്പെടുത്തിയതിനും ഇവരുടെ പേരിൽ കേസ് എടുത്തിരിക്കണം. ശരി സാർ. ഒരു പരിഗണന തരാമെന്ന് വെച്ചതാ, അപ്പോഴാ ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിക്കുന്നത്. വിരളി ചൂണ്ടല്ലേ സാറേ? നീ ഒന്നും മിണ്ടായിരിക്കും ലീലാവതി. എന്റെ വല്യച്ഛയുടെ മോനെ സുരേഷ്, അവനെ DYSP-യാ. പോലീസുകാർ ഇഷ്ടം പോലുള്ള കുടുംബമാ സാറേ എന്റേത്. അവരെ വിളിച്ച് പറയാത്തതേ കാര്യങ്ങൾ നേരെ ചൊവ്വേ നടക്കണമെന്നുള്ള വിചാരം ഉള്ളത് കൊണ്ടാ. DYSP അല്ല DGP വിളിച്ചു പറഞ്ഞാലും ഞാൻ ഈ കേസ് വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ പൊന്ന് സാറേ, സാവിത്രി ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സ്ത്രീയല്ല. പുറത്തിറങ്ങാൻ തന്നെ പേടിയുള്ള കൂട്ടത്തിലുള്ള സ്ത്രീയാ. ഇതിപ്പോ എന്തോ മനസ്സ് മറന്ന്. എന്ത് മനസ്സ് മറന്ന്? ഞാനേ പൂർണ്ണ ആലോചനയോട് തന്നെയാ. ചേച്ചി മിണ്ടരുത്. സാറേ, ചേച്ചി പാവാ. എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്തോ ആലോചന ഇല്ലാതെ പ്രവർത്തിക്കുന്നതേ പോലീസുകാരാ. എനിക്കിപ്പോ വണ്ടി എടുക്ക്. അയ്യോ ലീലാവതി, ഞാൻ ആ SIയോട് എന്തൊക്കെയാ പറഞ്ഞത്? അയ്യോ, എന്തുവാ പറഞ്ഞേ? എന്തുവാ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? മാപ്പ് പറയണ്ടേ? വേണ്ട, നമുക്ക് പോവാം. അയ്യോ കഷ്ടം. മാപ്പ് പറയാൻ ഈ സമയം